നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം തടഞ്ഞുവെച്ചു എന്നുള്ള ശക്തമായ ആരോപണവുമായി ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത്. 60 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ ദുരിതം അനുഭവിക്കുന്നത്. അർഹതപ്പെട്ട വിഹിതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകിയ ഹർജി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം രംഗത്തെത്തിയിരുന്നു. ഹർജി പിൻവലിക്കുന്ന സാഹചര്യത്തിൽ 13,000 കോടി രൂപ അനുവദിക്കാമെന്നും സംസ്ഥാനത്തെ അറിയിച്ചു. എന്നാൽ ഈ തുക കൊണ്ട് ആനുകൂല്യങ്ങൾ പകുതി പോലും വിതരണം ചെയ്യാൻ ആവില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നികുതി വിഹിതമായി കഴിഞ്ഞ ദിവസം സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ച സാഹചര്യത്തിൽ കേരളത്തിന് 4,000 കോടി രൂപ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായി. എന്നാൽ ഈ തുക കൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. മാർച്ച് 6, 7 തീയതികളിലാണ് സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം തടഞ്ഞുവെച്ച സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ ചിലവുകൾ പോലും മറികടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുമെന്ന് ധനമന്ത്രി അറിയിച്ചു. നിലവിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ തുക 3,200 രൂപ അടിയന്തരമായി വിതരണം ആരംഭിക്കുമെങ്കിലും സുപ്രീം കോടതി ഇടപെട്ട് കൂടുതൽ തുക കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന സാഹചര്യത്തിൽ 6 മാസത്തിലെ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു പരിധിവരെ വിതരണം ചെയ്യാൻ സാധിക്കും. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.